ആ മിണ്ടല്ലേ നമ്മൾ സൗണ്ട് ആയിരിക്കും ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇല്ലേ? പിന്നെ എന്താ കൂടുതലൊക്കെ ക്ലാസ്സിൽ നിന്ന് സംസാരം. ആരുടെ സംസാരം? ക്ലാസ്സിൽ സംസാരിക്കുന്ന എത്ര പേരുണ്ട്? ആ സംസാരിക്കണം അല്ലേ? ചോദ്യം ചോദിക്കുന്ന എത്ര പേരുണ്ട്? ചോദ്യം ടീച്ചറോട് ചോദ്യം ചോദിക്കുന്ന ടീച്ചർ ചോദിക്കുന്ന കാര്യമല്ലേ ചോദിച്ചത്, നിങ്ങൾ ടീച്ചറോട് ചോദിക്കുന്ന ചോദിച്ചത്. ആ മേ ഐ ഗോ ടു ടോയ്ലറ്റ് അല്ല ഉദ്ദേശിച്ചത്, വേറെ മേ ഐ ഗോ ടു ടോയ്ലറ്റ് എല്ലാവരും ചോദിക്കും. കാലത്ത് സ്കൂളിൽ വരുമ്പോൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു സാധനം മേ ഐ ഗോ ടു ടോയ്ലറ്റ്. അത് കഴിഞ്ഞിട്ടാണ് ABC പഠിപ്പിക്കുന്നത് അല്ലേ? അല്ലേ? UKG അങ്ങനെയല്ലേ? ആ അല്ലേ? ആ നമ്മള് അറിവ് മാത്രല്ല, നമ്മൾ കുറെ സംസ്കാരവും അത് പിന്നെ പൂവിൽ തുടങ്ങിയാൽ ഒരു അല്ലേ? നല്ല ചൂടുണ്ട് അല്ലേ? അല്ലേ? പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം. ഇതൊരു ചോദ്യമാണ്, പറയും. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ പേരറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിയോ? എന്ന് പറയും. എത്ര പുഴയുടെ പേരറിയാം, എത്ര മഴയുടെ കുളിരറിയാം. അറിയുമ്പോൾ അറിയുമ്പോൾ അറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടില്ല? നിങ്ങളിപ്പോ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയ സോങ്സ് ആണ് കേൾക്കുക. നമ്മുടെ മനസ്സിനകത്തേക്ക് നമ്മുടെ ജീവിതത്തെയും ഉള്ളിനെയും ഉലയ്ക്കുന്ന വരികൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്തില്ല ഇല്ലേ? ഈ പാട്ട് കേട്ടിട്ടുണ്ട് നിങ്ങള്? എത്രയോ കാലം മുമ്പുള്ള പാട്ടാണ് അല്ലേ? പക്ഷെ ഈ പാട്ടിലൊക്കെ ഓരോ ചോദ്യമുണ്ട്. ആ ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? എത്ര കിളിയുടെ പേരറിയാം? എത്ര കിളിയുടെ പേരറിയാം? കാക്ക, മൈന, കുയില്, കഴിഞ്ഞു. പിന്നെ അപ്പൊ ഇതിന്റെയൊക്കെ ശബ്ദം എങ്ങനെയാ? ഇതിന്റെ ശബ്ദം എങ്ങനെയാ? അങ്ങനെയല്ലേ? അല്ലേ? അല്ലേ? ശബ്ദം ഇല്ലേ? പിന്നെ ഏതാ ഉള്ളത്? കുയിലല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പേരും അറിയാം, ശബ്ദം അറിയാം അല്ലേ? അല്ലേ? പിന്നെന്താ ചോദിച്ചേ? എത്ര പൂവിൻ മണമറിയാം? നിങ്ങൾ എത്ര പേര് പൂ മണത്തുണ്ട്? പൂ മണത്താൻ ചെല്ലുമ്പോ ചിലവർക്ക് അലർജിയാണ്. പൂവിൽ എന്തുണ്ടാവും? അതുണ്ടാവുന്നത് അല്ലേ? വീണ്ടും ഞാൻ ഒന്നുവരെ എണ്ണും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കും കേട്ടോ. അപ്പൊ പറയുന്നതിനിടയിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ ഇടത് കൈ പൊക്കും. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ? ഒരു തവണ ക്ലാപ്പ് ചെയ്യും. ഒന്ന് ക്ലാപ്പ് ചെയ്തേ. അങ്ങനെയല്ല, എല്ലാവരും ഒരേപോലെ അടിക്കണം. നിങ്ങളൊരു സ്കൂളിലെ കുട്ടികളല്ലേ? അപ്പൊ എല്ലാവരും ഒരേ മനസ്സിൽ നിൽക്കണ്ടേ? ഇത് പരിപാടിക്ക് വരുമ്പോ അല്ലേ? അങ്ങനെ അടിച്ചോണ്ടിരിക്കരുത്. Just clap one single clap. ഒരു സൗണ്ട് കേൾക്കാവോ? റെഡി? ഞാൻ പറയുമ്പോ അടിച്ചാൽ മതി. എപ്പോഴാ അടിക്കുക? പറയുമ്പല്ല, ഈ കൈ പൊക്കുമ്പോ. ഏത് കൈയാണിത്? ഇടത് കൈ പൊക്കുമ്പോ ഒറ്റ അടി അടിക്കണം കേട്ടാ. ക്ലിയർ ആണല്ലോ? തെറ്റിക്കൂല്ലോ അല്ല? അപ്പൊ ഈ സ്കൂൾ 100 വർഷമായി ഉണ്ടാക്കി തുടങ്ങിയിട്ട്. ശരിയാണോ? ആർക്കറിയാം? എത്ര പേർക്കറിയാം? ആരും അടിച്ചില്ല. ഞാൻ ഇത് നോക്കുമ്പോൾ ഒരു കൈ അടിക്കാം. എപ്പോഴും പൊക്കി ഒറ്റടി അടിക്കാവും അല്ലേ? അപ്പൊ ഈ കൈ നോക്കുമ്പോ അടിക്കാൻ പാടില്ല. അപ്പൊ ഈ കൈ നോക്കുമ്പോ അടിക്കണം. മനസ്സിലായോ? റെഡി?
അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം. കൈപൊക്കി ഏറ്റവും കൂടുതൽ അടിക്കുന്നവരെ നോക്കാൻ വേണ്ടി ആരെയും നിർത്തിയിട്ടുണ്ട്. അപ്പൊ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ആരടിച്ച അങ്ങനെ അടിക്കാൻ പാടില്ല ഇല്ലേ? അപ്പൊ നമ്മള് സ്കൂളിൽ വരുന്നത് കളിക്കാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. എന്തിനാണ്? നമുക്ക് കൂട്ടുകൂടണം, കൂട്ടുകാരുണ്ടാവണം അല്ലേ? ഉച്ചക്ക് കഞ്ഞി കുടിക്കണം, നമ്മുടെ ശരീരം അല്ലെ? ഉച്ചക്കഞ്ഞില്ലൂടാ, ചോറാണോ? ഞങ്ങളൊക്കെ പഠിക്കുമ്പോ കഞ്ഞി പയറുമായിരുന്നു. ഇവിടെ ഇപ്പൊ പയറും കഞ്ഞിയാണോ? ബിരിയാണി ഉണ്ട് ഇവിടെ. ബിരിയാണി ഏത് ദിവസം ബിരിയാണി ഉള്ളത്? വെള്ളിയാഴ്ച. എന്നാ പിന്നെ വെള്ളിയാഴ്ച ഇങ്ങോട്ട് വല്ലണല്ലോ ഇല്ലേ? എന്ത് ബിരിയാണിയാ? വെജാണോ? അപ്പൊ മുട്ട ബിരിയാണി ഉണ്ടാവൂല ഇവിടെ ഇല്ലേ? മുട്ട ഉണ്ടാവോ? ആ മുട്ട വെച്ച് ബിരിയാണി കൂടെ തരാൻ പറഞ്ഞാൽ മതി. അപ്പൊ ശരിയായില്ലേ? അപ്പൊ അത് ഫുൾ ചിക്കൻ ബിരിയാണി ആയി അല്ലേ? ആ കോഴി മുട്ടയെന്നല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ മുട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ ഫുൾ ചിക്കൻ, മറ്റേന്ന് ഹാഫ് ചിക്കൻ. ഒരു കഷ്ണല്ലേ ഉണ്ടാവുള്ളൂ. കോഴിമുട്ടക്കാത്തിൽ മുഴുവൻ കോഴി ഉണ്ടാവും ഇല്ലേ? അപ്പൊ ഇനി മുതലേക്ക് ഫുൾ ചിക്കൻ ബിരിയാണി കൊടുക്കണം അവർക്ക് തരൂട്ടാ. അപ്പൊ സ്കൂളിൽ വരുന്നത് നമ്മള് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, കളിക്കാനും കൂടിയാണ്, കൂട്ടുകൂടാൻ കൂടിയാണ്. അപ്പൊ ടീച്ചർമാര് ഇപ്പൊ എന്നെ പോകുമ്പോ പറയും, സാർ എന്ത് പണിയാണ് കാണിച്ചത്? ഈ പിള്ളേര് പഠിക്കോ? ഇല്ല, പഠിക്കൂലേ? പഠിച്ചാൽ ആരെങ്കിലും കൊണ്ടുപോകും അത്. നിങ്ങൾ പഠിച്ചാൽ നിങ്ങളെ പോലെ ഉണ്ടാവും അല്ലെ? വേറെ ആരും പിൻവലിക്കാൻ പറ്റില്ല. ATM കാർഡ് ഇട്ടാലും കിട്ടൂല, വേറെ എന്തിട്ടാലും കിട്ടില്ല. നിങ്ങൾ പഠിച്ചത് കിട്ടില്ല. പക്ഷെ നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാ? ഇല്ല. നിങ്ങൾ പഠിക്കുന്നത് പോലെ നിങ്ങളെ കൂടെയുള്ളവരും പഠിക്കണം. എവിടെ? നിങ്ങളെ കൂടെയുള്ളവരും പഠിക്കണം കേട്ടോ. അപ്പൊ നിർത്താം. നിർത്തില്ലേ? നിർത്തണ്ടേ? അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ. നിങ്ങളുടെ കയ്യിലൊക്കെ പെൻസിലുണ്ടോ? എങ്ങനത്തെ പെൻസിലാ ഉള്ളേ? ഒരു മരക്കുറ്റിയുടെ ഉള്ളിൽ ഒരു കറുത്ത സാധനം, ബ്രേക്കിൽ ഒരു ഞങ്ങളുടെ സാധനം, കേട്ട സാധനം ഇല്ലേ? എന്താ പറയാ? പെൻസിലിനല്ലേ പറയാ? ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയല്ലേ പറയാ? മലയാളത്തിൽ എനിക്ക് പറയാൻ അറിയോ? എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. എന്താ മലയാളത്തിൽ പറയാ? അതിനൊക്കെ പറയാ മലയാളത്തില്? നമ്മളൊക്കെ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് നമുക്ക് മലയാളമൊക്കെ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, എനിക്കും അറിയാൻ പാടില്ല. അപ്പൊ നമ്മളെ വീട്ടിൽ പെൻസിൽ ഉണ്ടല്ലേ? പെൻസിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ പെൻസിൽ ഉണ്ടാക്കിയ ആളോട് ആ പെൻസിൽ ചോദിച്ചത്രേ, ഈ ചുള്ളിക്കഷ്ണം കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇതുകൊണ്ട് എന്താ ഗുണമുള്ളൂ? എനിക്കൊരു യാതൊരു ശക്തിയും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അയാള് പെൻസിലിനോട് പറഞ്ഞേ, നിനക്ക് ഇതുകൊണ്ട് 5 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 5 കാര്യങ്ങൾ പറഞ്ഞാൽ 5 കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ കേട്ടോ. ആദ്യം പറഞ്ഞേക്കാം. ഞാൻ ചോദിച്ചാൽ എന്നിട്ട് വരും. കേട്ടല്ലോ? എത്ര കാര്യമുണ്ട്? 5 കാര്യങ്ങളുണ്ട്. എന്താണൊക്കെ? ഒന്നാമത്തത്, ഈ പെൻസിലിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? പെൻസിലാണോ? അല്ല, പെൻസില് ഉപയോഗിക്കുന്ന ആളാണ്. ആരാണ്? പെൻസിൽ കൊണ്ട് എന്ത് നന്നായി വരയ്ക്കുന്നത്. ഇപ്പൊ നമ്മളെ പെൻസിൽ കിട്ടിയ മാതിരിയാണോ? കടയിൽ പെൻസിൽ കിട്ടിയാല് ആണോ? അല്ല, ആൾ നന്നായി വരയ്ക്കുന്ന ആളാണ്. അപ്പൊ ആളുടെ പെൻസിൽ കിട്ടിയാല് നന്നായി വരയ്ക്കും അല്ലേ? നമ്മൾ എന്ത് വരയ്ക്കും? ഞാൻ കാണുന്ന എഴുതി കഴിഞ്ഞാൽ വീട്ടുകാർ വേറെ എന്തോ അക്ഷരം നോൺ വായിക്കാറ്. നിങ്ങൾ അങ്ങനെയാണോ? അങ്ങനെയല്ല. ടെക്സ്റ്റ് പുസ്തകത്തിലുമായി വല്ല മടി വസ്തു എഴുതണം അല്ലെ? അപ്പൊ എഴുതാനുള്ള ശേഷി ഉണ്ടാക്കിയാലാണ് നമ്മൾ ആ പെൻസിലിന് വില ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലേ? രണ്ടാമത്തത്, പെൻസിൽ എന്ത് ചെയ്യണം? നന്നായി എഴുതണമെങ്കിൽ ഷാർപ്പ് ചെയ്യുമ്പോ അതേപോലെ നിങ്ങളെ വിരലിട്ട് ഷാർപ്പ് ചെയ്താലൊക്കെ ഉണ്ടാവും. മുറിയൂലേ? വേദന എടുക്കൂലേ? അപ്പൊ പെൻസിലിന് മുറിയൂലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാവോ? അല്ല, പെൻസിൽ മുറിയൂലേ? അപ്പൊ ആ പെൻസിൽ ത്യാഗം സഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ? നിങ്ങളെ കയ്യെഴുത്ത് നന്നാവാൻ വേണ്ടിയാണ് പെൻസിൽ ത്യാഗം സഹിക്കുന്നത് അല്ലേ? അപ്പൊ അതേപോലെ നിങ്ങളെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ടീച്ചർമാരും ആരൊക്കെ ഉള്ളത്? പാരന്റ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ അവര് ഇടയ്ക്ക് പറയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യില്ലേ? അപ്പൊ നിങ്ങൾ പറയും, അന്നോടോ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഷാർപ്പൻ ചെയ്യണം അല്ലേ? പിന്നെ പെൻസിലിന്റെ പുറത്തുള്ള സാധനത്തിനാണോ ശക്തി ഉള്ളത്? അല്ല, അതിൻ്റെ ഉള്ളിൽ വളരെ മൃദുവായ
ആ ഗ്രാഫൈറ്റ്, കാർബണിന്റെ ഒരു അവസ്ഥയിലുള്ള ഗ്രാഫൈറ്റ് ആണ്. ഇത് പൊടിഞ്ഞു പോകുന്ന സാധനം വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അടുത്തത് എന്താണ്? നമ്മൾ എഴുതുന്ന വാക്കുകൾക്കാണ് ശക്തി. ആ വാക്കിന് ശക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അറിവുണ്ടാകണം. നമ്മൾ അറിവ് വായിച്ചും കണ്ടും കേട്ടൊക്കെ നമ്മൾ അറിവുണ്ടാക്കുമ്പോഴാണ് നമ്മൾ എഴുത്തിനെ കരുത്തുള്ളതാക്കുന്നത്. നമ്മൾ എഴുത്തിൽ എന്തൊക്കെ വേണം? ദയുണ്ടാകണം, കനിവുണ്ടാകണം, കരുണയുണ്ടാകണം, സ്നേഹമുണ്ടാകണം, പ്രണയമുണ്ടാകണം, പ്രേമമുണ്ടാകണം, ഇതൊക്കെ ഉണ്ടാകണം. ഇതൊക്കെ വെച്ചിട്ടല്ലേ ഓരോന്ന് എഴുതുന്നത് അല്ലേ. ടീച്ചർക്കുള്ള ലീവ് ലെറ്റർ പോലെ കൂട്ടുകാരനുള്ള കത്ത് എഴുതാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള ഭാഷ വേണം അല്ലേ, വേണം. അതേപോലെ തന്നെ നമ്മുടെ പെൻസിലിന്റെ പുറകിൽ എന്തുണ്ട്? അതെന്താ ചെയ്യാ നമ്മള്? നമ്മൾ എഴുതുന്നത് തെറ്റിയാലോ ഭംഗിയില്ലാതായാലും നമ്മൾ എന്ത് ചെയ്യും? മായ്ക്കും. അപ്പൊ നമുക്ക് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ മനുഷ്യൻ നിലയ്ക്ക്. പക്ഷെ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ മായ്ച്ചു കളയാനായിട്ട് പറ്റണം. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ഓർമ്മയിൽ നിന്ന്, നമ്മുടെ പുസ്തകത്തിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചു കളയാനായിട്ട് പറ്റണം. അപ്പൊ 5 കാര്യങ്ങളായില്ലേ. അപ്പൊ ഒരു പെൻസിൽ എന്ന് പറയുന്നത് ആ പെൻസിൽ ഉപയോഗിക്കുന്ന ആളുടെ ശക്തി അനുസരിച്ചിരിക്കും ആ പെൻസിൽ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പോ ആ പെൻസിൽ നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ അതൊരു പെൻസിലായല്ല കാണേണ്ടത്, നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെയാണ് നിങ്ങൾ കാണേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. തൊട്ടുവരയ്ക്കും വരകളിൽ അക്ഷരം, തൊട്ടുവരയ്ക്കും വരകളിൽ അക്ഷരം, അക്ഷരത്തൂമയിലാനയും തുമ്പിയും. തൊട്ടുവരയ്ക്കും വരകളിൽ അക്ഷരം, അക്ഷരത്തൂമയിലാനയും തുമ്പിയും. അക്ഷരം 2 തൊടുമ്പോഴേ താളം, സ്വരക്ഷയം വന്നാൽ ദുരത്തവേ താളം. രസാഞ്ജനമിട്ടു ഞാൻ കൂട്ടി വായിച്ചാൽ അനന്തരാഗത്തിന്റെ വേലാതരംഗങ്ങൾ. ഓരോ തിരച്ചുണ്ടിലായിരം മുത്തുകൾ, മുത്തിൻ തിരയിൽ പ്രപഞ്ചപ്രകാരങ്ങൾ. എത്ര കണ്ടാലും അതിനപ്പുറത്തു നിന്നും എന്നെ ക്ഷണിക്കും പുരാണമുത്തശ്ശിമാർ. വഴിൻ തുടിപ്പും തിണർപ്പും ചുമക്കുന്ന വാക്കുകൾ, കാലത്രയാശ്വങ്ങൾ. അപ്പോ വാക്ക് വരുന്നത് അക്ഷരങ്ങളിൽ നിന്നാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമല്ലാത്തതെന്നാണ് അർത്ഥം, അതായത് നശിക്കാത്തത് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും ഓരോരുത്തരുടെ മനസ്സിൽ ചിലപ്പോൾ വേദനയായി വരാം, സ്നേഹമായി വരാം, കരുണയായി വരാം. അപ്പോൾ വാക്കും എഴുത്തും നല്ലവണ്ണം സൂക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ SNVUP സ്കൂളിലെ ഈ അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു.